സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ സെപ്റ്റംബർ 27 ഒരു വീഡിയോ ഇട്ടിരുന്നു. ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന് പിണറായി വിജയൻ അറിയാം എന്നാണ് ഞാൻ അതിനെ ആ കാര്യം പറഞ്ഞുകൊണ്ട്. കാര്യം അമൃതാനന്ദമയ്യെ പോയി നമ്മുടെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പോയി കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്തതിൻ്റെ കാര്യത്തെപ്പറ്റി ഞാനെന്ന് പറഞ്ഞു. അപ്പോൾ ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരാളാണ് പിണറായി വിജയൻ. അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇനിയിപ്പം 6-7 മാസമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 10 മാസം. അതിനകം പുള്ളി പല കളികൾ. അതിനകത്തെ ഏറ്റവും അവസാനത്തെ ഒരു കാര്യമാണ് ഇന്നലെ മോഹൻലാലിന് ഒരു സ്വീകരണം കൊടുത്തത്. മോഹൻലാലിന് സ്വീകരണം കൊടുത്തു, കറക്റ്റ് കാര്യമാണ്. ഫാൽക്കെ അവാർഡ് മേടിക്കുന്ന ഒരു നടന് സ്വീകരണം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. അതിന് മുമ്പ് അടൂർ ഗോപാലകൃഷ്ണൻ ഒരു പരാതിയും പറഞ്ഞു, ഞാൻ ഫാൽക്കെ അവാർഡ് മേടിച്ചു, എനിക്കന്ന് ആരും ഒരു സ്വീകരണം തന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അത് ശരി, അന്നത്തെ ഭരണാധികാരികൾ ഇതൊന്നും കാര്യമാക്കില്ല. അത് ഒരു വഴി, രാഷ്ട്രീയം വേറൊരു വഴി. പക്ഷേ പിണറായി വിജയൻ അറിയായി 2 വോട്ടെങ്കിലും കിട്ടുകയാണെങ്കിൽ കിട്ടട്ടെ. അതിന് പുള്ളി ഒരു പേരും കണ്ടുപിടിച്ചു, ലാൽ സലാം. അത് കുറ്റം പറയാനൊക്കത്തില്ല. മോഹൻലാൽ അഭിനയിച്ചൊരു പിക്ചറിൻ്റെ പേരായി ലാൽ സലാം. അപ്പോൾ അതിനൊരു പേരും കണ്ടുപിടിച്ചു. അത്ര ഇതായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ പേര് മോഹൻലാലിൻ്റെ ഒരു ചിത്രം ഒരു ചെറുതായിട്ട് പുറകിൽ, പിണറായി വിജയൻ്റെ ചിത്രം വലുതായിട്ട് ഉണ്ട്. പിന്നെ സാംസ്കാരിക മന്ത്രിയുടെ ചിത്രം, സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ്റെ ചിത്രം, പിന്നെ നമ്മുടെ ധനകാര്യമന്ത്രിയുടെ ചിത്രം, പിന്നെ ശിവൻകുട്ടിയുടെ ചിത്രം, അതല്ല CPIയുടെ ഒരു മന്ത്രിയുടെ ചിത്രം കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അനിൽകുമാർ എന്നാന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്. ഇപ്പോഴത്തെ മന്ത്രിമാരുടെ പേര് പോലും ആർക്കും അറിയത്തില്ല. കാര്യം അത്രയ്ക്കൊന്നും ഗുണമില്ലാത്തവരാവർ. പണ്ടൊക്കെയാണെങ്കിൽ മന്ത്രിമാരിലെ പ്രഗത്ഭന്മാർ, അവരുടെ പേരൊക്കെ അറിയാം. ഇപ്പോൾ ഏത് മന്ത്രി ഏത് ഭരിക്കുന്നു നമുക്കറിയത്തില്ല. അപ്പോൾ അങ്ങനെ ആണ് ഈ കാര്യങ്ങൾ നടത്തിയത്. അപ്പോൾ ഒരു വോട്ടെങ്കിലും ഈ മോഹൻലാലിനൊരു സ്വീകരണം കൊടുത്തത് വഴി ഓരോ വോട്ടെങ്കിലും കിട്ടിയാൽ, അല്ലെങ്കിൽ 2 വോട്ടെങ്കിലും കിട്ടിയാൽ അത്രയും നല്ലതാണെന്ന് വിചാരിക്കുന്ന ഒരു ആളാണ് പിണറായി വിജയൻ. കാര്യം പുള്ളിക്കറിയാം, അടുത്ത പ്രാവശ്യം പിടിച്ചു നിൽക്കണമെങ്കിൽ, എങ്ങനെങ്കിലും പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതെങ്കിലും വഴി 2 വോട്ടെങ്കിലും കിട്ടണം. അതിനുള്ള തത്രപ്പാടുകളാണ് പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തെല്ലാം കാണുമെന്ന് നമുക്കൊരു 5-6 മാസത്തിനകം അറിയാം. ഓക്കെ, ഗുഡ് നൈറ്റ്, ജയ് ഹിന്ദ്.